മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഏറ്റവും ഭക്തിയോടെ നമ്മൾ ആഘോഷിക്കുകയാണ്. ചൂടൊക്കെ കുറഞ്ഞ് കനത്ത മഴയൊക്കെ പെയ്ത് വളരെ ശാന്തമായൊരു അന്തരീക്ഷം തമ്പുരാൻ നമുക്കായിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. കുർബാന കഴിയുമ്പോൾ മഴയും ഒക്കെ മാറി നല്ല ആകാശമാകും, നമുക്ക് പ്രദക്ഷിണമൊക്കെ നടത്താൻ പറ്റും. യോസേപ്പ് പിതാവ് ദൈവപിതാവിൻ്റെ തണൽ എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയത്. സ്വർഗീയ പിതാവിൻ്റെ ഭൂമിയിലെ തണലാണ് യോസേപ്പ് പിതാവ്. നല്ല ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഒരു മരത്തിൻ്റെ അടിയിലിരിക്കാൻ എന്തൊരു സന്തോഷമാണ്. നമ്മുടെ മനസ്സാകെ കുളിർമ വരും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ തണലിന് വേണ്ടിയിട്ടാണ്. ശാന്തമായിട്ടിരിക്കാൻ, വിശ്രമിക്കാൻ, വലിയ നഷ്ടബോധത്തിൽ നിന്ന് പ്രത്യാശയുടെ ഒരു അനുഭവത്തിലേക്ക് വളരാൻ. പക്ഷേ കനത്ത വെയിലിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം. ശക്തമായ മരമാണ്, പക്ഷേ മരത്തിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഇത് വെയിൽ കൂടുതലേക്കണം. ഇങ്ങനെ കനത്ത പൊരിവെയിലിൽ നിന്നുകൊണ്ട് എല്ലാ വെയിലും തന്നിലേക്ക് സ്വീകരിച്ചിട്ട് മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുക, അഭയം കൊടുക്കുക, ഇതാണ് തണൽ മരത്തിൻ്റെ ജോലി. തന്നെ ഏൽപ്പിക്കപ്പെട്ട തൻ്റെ പ്രിയതമ മറിയവും ഉണ്ണിയും സുരക്ഷിതരായിരിക്കണം. അവർക്ക് വേണ്ടി ഈ ചൂടും വെയിലും സഹനവും എല്ലാം ഏറ്റെടുത്ത് ഒരു പരാതി പോലും പറയാതെ കടന്നുപോയ ദ സൈലന്റ് കാർപ്പൻ്റർ യോസേപ്പ് പിതാവ്. യോസേപ്പ് പിതാവ് ഒരു വാക്കും പറയുന്നില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ഒത്തിരി വർത്തമാനം പറയണമെന്നോ പ്രസംഗം പറയണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. ഹൃദയം നിറയെ സ്നേഹവുമായി വാത്സല്യവുമായി നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, സ്നേഹ സാന്നിധ്യമായി മാറുമ്പോൾ നമ്മളൊക്കെ തണൽ മരങ്ങളായിട്ട് മാറും. ഒരുപാട് പേർക്ക് അഭയം കൊടുക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന തണൽ മരങ്ങൾ. നമ്മുടെ തണലിൽ, ജീവിതത്തിൻ്റെ തണലിൽ വിശ്രമിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർ കൂടി ചേക്കാറാൻ ഇടം കൊടുക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ ഇത് മാറും. യോസേപ്പ് പിതാവിൻ്റെ പുണ്യജീവിതം നമ്മുടെ ജീവിതങ്ങളിലൂടെ അങ്ങനെ തുടരും. ഈ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ, യോസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ സ്വരം കേട്ടവനും മറ്റുള്ളവരിൽ ഈ ദൈവത്തിൻ്റെ ശബ്ദം, സ്വരം കേട്ടവനുമാണ്. ദൈവത്തോട് സമ്മതിക്കുന്നു, ചുറ്റുമുള്ളവരോട് സമ്മതിക്കുന്നു, അവരിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ് യോസേപ്പ് പിതാവ്. തമ്പുരാന്റെ വചനത്തിന് കാതോർത്ത ഈ പുണ്യനാഥൻ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ഹോളിലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം, നസ്രത്ത് യോസേപ്പ് പിതാവിൻ്റെ പണിശാല അവിടെയുണ്ട്. അത്ര നിസ്സാരപ്പെട്ട ഒന്നല്ലത്, വലിയ പണിശാല. അതായത് ജോസഫ് എന്നത് ഒരു തച്ചൻ എന്ന് പറയുന്നത് അവിടുത്തെ പ്രമുഖനായ എഞ്ചിനീയറാണ്. അവിടുത്തെ ടൗൺ പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ തച്ചൻ, ജോസഫ് ദ കാർപ്പൻ്റർ. ഇങ്ങനെ ഈ പണിശാലയിൽ നിന്ന് യോസേപ്പ് പിതാവിന് തമ്പുരാന്റെ വിളി കിട്ടുകയാണ്, മറിയത്തെ സ്വീകരിക്കാൻ, അവളെ ഉപേക്ഷിക്കാതിരിക്കാൻ. തൻ്റെ ചിന്ത, വ്യക്തിപരമായ ചിന്ത മാറ്റിവെച്ച് ദൈവത്തിൻ്റെ മനസ്സിന് കീഴ്വഴങ്ങി അവളെ സ്വീകരിച്ചത് മുതൽ അവന് ജീവിതത്തിൽ നിർത്താതെയുള്ള ഓട്ടമാണ്. 120 കിലോമീറ്റർ യാത്ര ചെയ്ത് ജെറുസലമിലേക്ക് ഗർഭിണിയായ മറിയത്തെയും കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഉണ്ണി ജനിച്ചതിന് ശേഷം ഈജിപ്തിലേക്കുള്ള യാത്ര. നമ്മൾ ബസ്സിന് പോകുമ്പോൾ താബ എന്ന് പറയുന്ന ചെങ്കടലിന് തീരത്തുള്ള
ഒരു സ്ഥലത്ത് ചെന്ന് ഹോട്ടലിൽ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും യാത്ര ചെയ്ത് സൂയസ് കനാലിൻ്റെ അടിയിലൂടെ ബസ് പോയി ഈജിപ്തിലെത്തിയിട്ടാണ് ജോസഫും മേരിയും ചെന്നെത്തിയ ഈജിപ്തിലെ ആ സ്ഥലത്ത് പണിത പള്ളിയിലെത്തുന്നത്. 2 ദിവസം നമ്മൾ ബസ്സിന് യാത്ര ചെയ്യണം. ഇന്നും അവിടെ കള്ളന്മാരുണ്ട്, സുരക്ഷിതമായ സ്ഥലമല്ല. ബസ്സുകൾ ഇങ്ങനെ കോൺവോയ് ആയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അന്ന് യൗസേപ്പും മേരിയും ജെറുസലേമിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഏതാണ്ട് തലയോലപ്പറമ്പിൽ പോകുന്ന നിസ്സാരമായ ഒരു കാര്യമായി നമ്മളിതിനെ കാണാൻ വയ്യ. മരുഭൂമികളുടെ നടുവിലൂടെ, ചെങ്കുത്തായ മലകളുടെ നടുവിലൂടെ, ഒട്ടും മനുഷ്യന് സഞ്ചരിക്കാനാവാത്ത വഴികളിലൂടെ തീർച്ചയായിട്ടും സംഘങ്ങൾ കൂടെ കാണും. ചെങ്കടൽ കടന്ന മരുഭൂമിയിലെത്തുക എത്രയോ ആഴ്ചകൾ യാത്ര ചെയ്തിട്ട് അവിടെ എത്തി സെറ്റിലാവാൻ സമയമില്ല. വീണ്ടും കർത്താവ് പറയുന്നു, ഇതാ ഹെരോദേസ് മരിച്ചു കഴിഞ്ഞു, നീ തിരികെ പോവുക. വീണ്ടും തിരിച്ചുള്ള യാത്ര.